ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഈദ് ഷോപ്പിംഗ്. ഈദ് ഷോപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതെ നല്ല രസമുണ്ടല്ലേ, ഡ്രസ്സ് കിടക്കുന്നതാണ്. ഞങ്ങളിങ്ങനെ ഡിസ്പ്ലേ നോക്കി പോവാം, എവിടെയാണ് നല്ലത് കിടക്കുന്നതെന്ന് കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ മുല്ലയ്ക്കലോട്ട് പോയി. അറിയാൽ പെരുന്നാൾ വന്ന ആലപ്പുഴക്കാർക്ക് മുല്ലയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതിപ്പോൾ വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഈദായാലും എന്തായാലും നമ്മുടെ മുല്ലയ്ക്കലൊന്ന് പോയി ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വരണം, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരണം. ഇങ്ങനെ എല്ലാ സ്ഥലവും കറങ്ങി. ഇപ്പം മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ളത് വാപ്പിക്കും ഉമ്മിക്കും ഉമ്മാക്കും മാത്രമാണ്. ഞങ്ങളതെ അത് നേരെ മുല്ലയ്ക്കൽ അമ്പലത്തിൻ്റെ വാതിക്കൽ വന്ന്. അപ്പോൾ ഇച്ചി ചോദിക്കുവാണേ, ഈ മുല്ലപ്പൂക്കെ നിരത്തി വെച്ചിരിക്കുന്നവരാണോ ഉമ്മച്ചി ഇവിടെ മുല്ലക്കൽ എന്നൊരു സ്ഥലത്ത് പേര് വീണത്? അതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് മിണ്ടാണ്ടിരുന്നു. പിന്നെ ഇവിടെ വന്ന ഈ മുല്ലയ്ക്കൽ ബാലകൃഷ്ണനെ കാണാതെ പിള്ളേർക്കൊരു സമാധാനമില്ല. അവിടെ എത്തുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. കാര്യം മുല്ലയ്ക്കൽ അമ്പലത്തിൽ ആനയുണ്ട്, അതിങ്ങനെ തലയാട്ടിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് റോഡിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും വണ്ടി സ്ലോ ആക്കും, ചിലപ്പോൾ വണ്ടി നിർത്തി കൊടുക്കും. നമ്മളിപ്പോൾ പോകുന്നത് SM-ലേക്കാണ്. എല്ലാ ഡ്രസ്സും എടുത്തു. ഇനിയിപ്പോൾ വാപ്പിക്ക് പാൻറ്റ് കിട്ടുമോയെന്നും ഉമ്മക്ക് സാരി കിട്ടുമോയെന്നും അറിയാനാണ്. ഉമ്മ ഇങ്ങനെ വീട്ടിലെടുക്കുന്ന സാരി മതി എന്ന് പറഞ്ഞ് അങ്ങനെ SM-ൽ വന്നു. വണ്ടി നേരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഞാനും ഇക്കായും കൂടെ നേരെ പോകുന്നത് സാരിയുടെ സെക്ഷനിലോട്ടാണ്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കോട്ടൺ ഉണ്ടായിരുന്നു, ഓയിൽ സാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ എൻ്റെ മോൻ ഇരിപ്പുണ്ട്. ഇക്കായും മോളും കൂടെ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയി നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ കണ്ണാടി കണ്ട് അവനിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കി. പച്ച, മഞ്ഞ, നീല, ചുവപ്പ് അങ്ങനെ പല പല കളറുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റെഡൊക്കെ നോക്കി കേട്ടോ. പക്ഷെ ഉമ്മാക്ക് ഒരുപാട് ഭയങ്കര ഇറക്കുന്ന സാരിയൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ഈ സാരി തന്നെ കേട്ടോ എടുത്തത്, ഈ മെറൂൺ സാരി അത് തന്നെ എടുത്തത്. പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വെച്ചാൽ ഞാൻ അത് തന്നെ എടുത്തത്. മൊത്തം ഞാൻ ഇങ്ങനെ നോക്കും. പക്ഷേ എടുത്ത വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല, കാര്യം കയ്യിലിരുന്ന് ചെറുക്കം ബഹളം തുടങ്ങി. അങ്ങനെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഇതിൽ 2 ഷെയ്ഡ് ഉണ്ടായിരുന്നു, വേറൊരു പച്ച ഷെയ്ഡും ഒന്ന് ഇതുമായിരുന്നു. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഉമ്മക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോകുന്നത് ബാപ്പിക്ക് പാൻറ്റ് എടുക്കാനാണ്. പാൻറ്റ് എടുത്ത് നോക്കിയൊക്കെ വന്നു. ഇക്കാടെ അളവും ബാപ്പിയുടെ അളവൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാൻ. ഇങ്ങനത്തെയൊക്കെ ഇവിടെ കാണത്തുള്ളല്ലോ. ബാപ്പിക്ക് പ്ലെയിനാണ് ആവശ്യം. അപ്പോൾ ആദ്യം ഒന്ന് കളിച്ച് പിന്നെ ഹാങ്കറിൽ നിന്ന് പാൻറ്റ് വിട്ട് പോയതാണ്. അതൊന്ന് വെക്കാൻ നോക്കിയപ്പോൾ എന്നെ പിടിച്ചപ്പോൾ ഉമ്മി ഇത് പോയി, ഞാൻ കളഞ്ഞൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ കിടക്കുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞങ്ങളത് പിന്നെയും പാൻറ്റിൻ്റെ സെക്ഷനിലോട്ട് വന്ന്. അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങും ബഹളം. അങ്ങനെ താഴത്തോട്ട് വന്നിട്ട് ലേഡീസിൻ്റെ സെക്ഷനിലായിട്ടാണ് വന്നത്. അതായത് ടോപ്പിൻ്റെ സെക്ഷൻ. ഒരുപാട് ടോപ്പുകളൊക്കെ ഉണ്ട് മക്കളെ. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിൽക്കാൻ വലിച്ചഴച്ചുകൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ബഡ്ജറ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാര്യം ഇപ്രാവശ്യം കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. കാര്യം അടുത്ത മാസം ബർത്ത്ഡേ ഒക്കെ ഉള്ളതല്ലേ. അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ ബർത്ത്ഡേക്കും ആനിവേഴ്സറി ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ഡിഫറൻസ് പോലും ഇല്ല. എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും അങ്ങനത്തെ നോക്കുന്നുണ്ട്. ഇങ്ങനെ പാൻറ്റ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ എന്നെ കാഷ്വലായിട്ട് കൊണ്ടു നടക്കാനാണ്. ഈ ചുരിദാറും ടോപ്പൊന്നും വലിച്ചായിട്ട് നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്ക് കൂടുതലും താല്പര്യം ഇങ്ങനത്തെ ജീൻസ്, ഇങ്ങനെ ലൂസ് പാൻറ്റും ലൂസ് ബനിയനൊക്കെ ഇടുന്നതാണ് പുള്ളിക്കാരന് ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് ചെക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിലിരുന്ന് എൻ്റെ മോൻ പറയാം, ഉമ്മ ഇത് കൊള്ളാവാ, ഇത് കൊള്ളൂല ഉമ്മ എന്നിങ്ങനെ പറയുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച എൻ്റെ മോൻ കിട്ടിയെന്ന്, അവൻ പറയുന്നത് കിട്ടിയെന്ന്. പക്ഷേ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി ഇതൊക്കെ ഇപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ നോക്കിയിട്ട് അറിയാം ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ. അങ്ങനെ ഈ ബ്രൗൺ പാൻറ്റാണ് എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞത്. ഇതും ഒരു പിങ്ക് ഷർട്ടും കൂടെ എടുക്കാൻ. ഞാൻ പറഞ്ഞാൽ വേണ്ട, കുഴപ്പമില്ല. പിന്നെ താഴത്ത് ബില്ലിന് വന്നപ്പോഴത്തേക്കും നോക്കി ഒടുക്കത്തെ ക്യാഷ് അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ക്യാഷ് അടച്ചിട്ട് ഈ സാധനം മേടിക്കാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.